IBPS പിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ നമുക്ക് 11 ബാങ്ക്സ് ആണ് ഈ വട്ടം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില 3-4 ബാങ്ക്സിൻ്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടും ഇല്ല. അപ്പോൾ നമുക്ക് ഈ വേക്കൻസീസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 5,000+ വേക്കൻസിക്ക് ആണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആ ഫോം ഫില്ലപ്പും വീഡിയോ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാം. ഇനി ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ചെറിയ ഡൗട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് ആ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പം ബാങ്കിൻ്റെ പ്രിഫറൻസ് നമുക്ക് കൊടുക്കണം. ഈ 11 ബാങ്ക്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഈ 11 ബാങ്ക്സിൻ്റെ പേരുകൾ നമുക്ക് കൊടുക്കണമായിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, ഇത് എങ്ങനെ കൊടുക്കണമെന്നുള്ളത്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ബാങ്ക്സിനെ ആദ്യം ഏറ്റവും ടോപ്പ് ലൈൻ കൊടുത്തിട്ട് പിന്നെ ഏറ്റവും വേക്കൻസി കുറഞ്ഞ ബാങ്ക്സിന് എന്ത് ചെയ്യും, താഴ്ത്തങ്ങ് കൊടുത്തങ്ങ് വിടുക ചെയ്യുന്നത്. ആൻഡ് പിന്നെ നോട്ട് റിപ്പോർട്ടഡ് ആയിട്ടുള്ള ബാങ്ക്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവസാനമായിട്ടും കൊടുത്തങ്ങ് വിടുകയും ചെയ്യും. ഇപ്പോൾ ഈ വർഷം നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ എനിക്കൊന്ന് ബാങ്ക് ഓഫ് ബറോഡയും അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും കാനറ ബാങ്കും ഈ 3 ബാങ്ക്സുമാണ് വിളിച്ചേക്കുന്ന വേക്കൻസിയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1000-ഓളം വേക്കൻസിയാണ് ഈ 3 ബാങ്ക്സിനുള്ളത്. ബാക്കിയുള്ള വേക്കൻസീസ് ഒക്കെ തന്നെ 450, 500 ആ ഒരു രീതിയിലുള്ള വേക്കൻസീസ് ആണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഏറ്റവും വേക്കൻസി ഉള്ള ബാങ്ക്സിൻ്റെ പേരങ്ങ് മുകളിൽ കൊടുക്കും, ബാക്കിയുള്ള ബാങ്ക്സിൻ്റെ പേരുകൾ താഴെയും പിന്നെ നോട്ട് റിപ്പോർട്ടഡ് അവസാനമായിട്ട് കൊടുത്തങ്ങ് വിടുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശരിക്കും വേക്കൻസി മാത്രമാണോ നോക്കേണ്ടേ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വേക്കൻസി ഡെഫിനറ്റ്ലി കൊടുത്ത് നോക്കിയിട്ടാണ് മിക്കവാറും എല്ലാവരും തന്നെ അത് കൊടുക്കുന്നത്. പക്ഷേ വേക്കൻസി അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം എന്നുള്ളത് കൂടിയാണ് നമ്മൾ പറയുന്നത്. വേക്കൻസി അല്ലാതെ വാട്ട് മാറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം മാറ്റർ ചെയ്യുന്നത് നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ആക്ച്വലി വളരെയധികം മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മലയാളീസ് ആയതുകൊണ്ടും പിന്നെ PU ആയതുകൊണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നമ്മളുടെ സ്റ്റേറ്റിലോ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അടുത്തായിട്ടുള്ള സ്റ്റേറ്റുകളിലോ കിട്ടാൻ നിങ്ങൾക്കറിയാം, കൂടുതലും നമ്മുടെ സ്റ്റേറ്റിൻ്റെ അടുത്തായിട്ടുള്ള സ്റ്റേറ്റുകളിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ കിട്ടാൻ ചാൻസ് പോലും പലപ്പോഴും വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അടുത്ത സറൗണ്ടിൽ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കേണ്ടത്. ഏത് ബാങ്കിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ ഏത് ഏരിയയിലാണ് വരുന്നത് എന്ന് നോക്കിക്കൊണ്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ബാങ്ക്സ് നോക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ഇപ്പം നിങ്ങൾക്കൊരു നോർത്ത് സൈഡിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അവിടെ കൊടുക്കാൻ പറ്റുന്ന ചില ബാങ്കുകളാണ് PNBയും ബാങ്ക് ഓഫ് ബറോഡയും അതുപോലെ യൂണിയൻ ബാങ്ക് ഒക്കെ ഉള്ള പോലെ അങ്ങനത്തെ ബാങ്കുകൾ. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുമ്പോൾ അവിടെ 1000-ഓളം വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിയും പ്ലസ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് കുറച്ച് ദൂരോട്ട് പോകണം, നോർത്തിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു രാജസ്ഥാൻ, ഡൽഹി ആ ഒരു ഏരിയ, പഞ്ചാബ് അങ്ങനെ ഒരു ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാങ്ക്സ് ആണ് ഈ പറഞ്ഞ PNB, നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത്. പിന്നെ അതേപോലത്തെ വേറെ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു ഏരിയയിലേക്ക് വേണമെങ്കിൽ യൂണിയൻ ബാങ്ക് കൊടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇവിടെ സൗത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റുകളിലോ കേരളത്തിലോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് കൊടുക്കുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ കാനറ ബാങ്ക്, IOB അങ്ങനെയുള്ള ബാങ്കുകൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പം നിങ്ങൾക്ക് ആ വേക്കൻസി കൂടി നിങ്ങൾ നോക്കിക്കൊണ്ട്, എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് കൂടുതൽ ബ്രാഞ്ചുകൾ വരുന്ന ബാങ്കുകൾ, നമ്മുടെ ഈ സൗത്ത് സോണിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വരുന്ന ബാങ്കുകൾ അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, IOB ഇങ്ങനെയുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൗത്ത് പ്രിഫറൻസ് കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇനിയിപ്പം ഈസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബാങ്കുകളുണ്ട്. അതുപോലെ വെസ്റ്റ് കൊടുക്കുന്നവർ, ഇപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി വെസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ നോക്കാം, യൂണിയൻ ബാങ്ക് നോക്കാം, PNB നോക്കാം, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നോക്കാം. പക്ഷേ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ പ്രിഫറൻസ് ആൾക്കാർക്ക് കുറച്ചുകൂടി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി വേക്കൻസീസ് ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ഈ പറഞ്ഞ ബാക്കി ബാങ്ക്സ്, ഈ പറഞ്ഞ ബാങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു വെസ്റ്റ് സൈഡ് നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്താ പറയുക മുംബൈയോ അല്ലെങ്കിൽ ആ ഒരു രാജസ്ഥാൻ അങ്ങനെയുള്ള ഏരിയാസിലേക്കൊക്കെ ആ ഒരു വെസ്റ്റ് സൈഡിലേക്കുള്ള സ്റ്റേറ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് കൊടുക്കാം. അപ്പോൾ പ്രിഫറൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് വേക്കൻസി മാത്രം നോക്കാതെ നിങ്ങൾക്ക് ഏത് ഏരിയയിലായിട്ടാണ് നിങ്ങളുടെ ഒരു അപ്പോയിൻമെൻറ്റ് വേണ്ടിയേ എന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ദൂരോട്ട് വേണോ അടുത്തോട്ട് വേണോ എന്നുള്ളത് കൂടി നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാങ്കുകൾ വെച്ച് നോക്കിക്കൊണ്ട് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PNB കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം PNB എന്ന് പറയുമ്പോൾ അതിൻ്റെ HQ വരുന്നത് അങ്ങനെ നോർത്തിലാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും അതിൻ്റെ ബ്രാഞ്ചുകൾ വരുന്നതും അവിടെയാണ്. അപ്പോൾ നിങ്ങൾ PNB കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നോർത്ത് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ
അങ്ങനെ നിങ്ങൾക്ക് ഈ ബാങ്കുകളുടെ ഒക്കെ തന്നെ HQ കൂടി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അതുപോലെ കൂടുതൽ അതിൻ്റെ ഒരു ബാങ്കുകൾ കൂടുതൽ വരുന്ന എവിടെയാണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വരുന്ന വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചിലരെങ്കിലും പറയുന്നൊരു കാര്യങ്ങളുണ്ട്, പ്രൈവറ്റൈസേഷൻ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ മേ ബി ശ്രദ്ധിക്കാൻ അവിടെ ആ ഒരു ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ചില ചെറിയ ബാങ്കുകളൊക്കെ ആണെങ്കിൽ, നല്ലപോലെ പെർഫോം ചെയ്യാത്ത ബാങ്കുകളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു പ്രൈവറ്റൈസേഷന് ചാൻസ് കുറവാണ്. അത് കൂടുതൽ ചാൻസ് വരുന്ന മെർജൻ്റെ ഒക്കെ ചാൻസസ് ആണ് അവിടെ വരുന്നത്. പക്ഷെ അതെല്ലാം ഒരു സെക്കൻഡറി കാര്യങ്ങളാണ്. അത് എപ്പം നടക്കും, എങ്ങനെ നടക്കണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് എസ്പെഷ്യലി ബാങ്കിങ് സെക്ടറിലേക്ക് നമ്മളിപ്പോൾ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ ഒരു 3 ഇയേഴ്സ്, ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് 4 ഇയേഴ്സ് മുമ്പ് നമ്മുടെ ബാങ്കിങ് സെക്ടേഴ്സ് അത്രയും നല്ലപോലെയല്ല പെർഫോം ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സ് ആണ് നമ്മുടെ ബാങ്കിങ് സെക്ടേഴ്സ് ഒക്കെ നല്ലപോലെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. പ്രൈവറ്റൈസേഷൻ്റെ പ്രശ്നമുണ്ടോ, നമ്മുടെ മെർജറിൻ്റെ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പം പറഞ്ഞ പോലെ നിങ്ങൾ മെയിൻലി ഡെഫിനറ്റ്ലി വേക്കൻസി നോക്കുക. പക്ഷേ വേക്കൻസി നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏത് സോണാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടി, ആ സോണിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ബാങ്ക്സിനെ ആദ്യമേ അതിൻ്റെ ബാങ്ക്സിൻ്റെ HQ കൂടി നോക്കിയിട്ട് അതിൻ്റെ കൂടുതൽ ബ്രാഞ്ചുകൾ വരുന്ന ഏത് സോണാണ് നോക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതേപോലെ പിന്നെയും വരുന്ന ഡൗട്ടാണ് നോട്ട് റിപ്പോർട്ട് ആയിട്ടുള്ള ബാങ്ക്സിനെ ടുവേർഡ്സ് എൻഡ് കൊടുക്കണോ എന്നുള്ളത്. അങ്ങനൊന്നും ഇല്ല. നിങ്ങളിപ്പോൾ നോട്ട് റിപ്പോർട്ടഡ് ആയിട്ടുള്ള ബാങ്ക്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത് പ്രിഫേർഡ് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഇൻ ബിറ്റ്വീൻ തന്നെ കൊടുക്കുക. ഇപ്പോൾ അവിടെ ആ വേക്കൻസി റിപ്പോർട്ട് ഫ്യൂച്ചറിലാണെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ബാങ്കിൽ കൺസിഡർ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ബിക്കോസ് അത് വേക്കൻസി റിപ്പോർട്ടില്ല, ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ അടുത്തതായിരിക്കും അവർ ആ ഒരു കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അല്ല നോട്ട് റിപ്പോർട്ട് ആയതുകൊണ്ട് അത് ഏറ്റവും അവസാനം കൊടുത്തേക്കാം എന്ന് വിചാരിക്കേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് കൂടിയാണ് നമുക്കവിടെ മാറ്റർ ചെയ്യുന്നത്. ജസ്റ്റ് വേക്കൻസി മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സോൺ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ പറഞ്ഞ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ബാങ്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുക. എൻ്റെ ഫൈനലി ചോയ്സ് നിങ്ങളുടെയാണ്. ഓക്കെ, ഓരോ ബാങ്ക്സിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചില ബാങ്ക്സുകൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ വർക്ക് കൾച്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കാം. എന്നിട്ട് അതുകൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ചോയ്സ് നിങ്ങളുടെയാണ്. നിങ്ങളത് കറക്റ്റായിട്ട് നോക്കി അപ്ലൈ ചെയ്യുക. ആൻഡ് നമ്മുടെ ഈ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ മാസം 21-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ അതിന് മുമ്പ് തന്നെ ഒട്ടും ലേറ്റ് ആയി പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക്